കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആരോഗ്യ വിഭാഗം താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ സേവന കാലാവധി പുതുക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ തർക്കം. നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യാതെ ഒപ്പിട്ട് മടങ്ങുകയാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടെന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജനം സുഗമമാക്കാനാണ് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നതെന്നും പ്രതിപക്ഷ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ചെയർപേഴ്സൺ മിനി അരവിന്ദൻ കൗൺസിലിൽ തുറന്നടിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തി. കണ്ടിജന്റ് ജീവനക്കാരുടെ 42 ഡിവിഷനിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ആ 42 ഡിവിഷനില് ഇവര് പ്രവൃത്തി ചെയ്യേണ്ടത്, മറ്റേ പ്രവൃത്തി അവര് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ നടക്കാൻ പാടില്ല. ഇപ്പൊ നല്ല രീതിയിൽ നടക്കുകയാണ്. അപ്പൊ അത് നടക്കാൻ പാടില്ല. അപ്പൊ ശരി, നിങ്ങളുടെ അഭിപ്രായം 41 ഡിവിഷനിൽ വേസ്റ്റ് പോണത് 42 ഡിവിഷനിലേക്കാണ് കേട്ടോ. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. നമ്മൾ കൊണ്ട് കളറൊക്കെ ആ ഒരു ഡിവിഷനിലേക്കാണ്. അവിടെ ആളുകൾ തന്നെ താമസിക്കുന്നത്. കൊണ്ടുണ്ട് ശുചീകരണ തൊഴിലാളികളെയൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. ഒരു തർക്കമില്ലേ? നിങ്ങൾ യോജന കുറിപ്പ് എഴുതിക്കോ. ശുചീകരണ തൊഴിലാളികളെ വെക്കണത് നമ്മുടെ ഈ പ്രദേശം നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡെങ്കിപ്പനി, മറ്റേ പനി, മറ്റേ പനി വരും. അപ്പോൾ തന്നെ ചർച്ച ചെയ്തിട്ട് കാര്യ പ്രവർത്തനം വേണ്ടത്. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 40 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. ഇതിൽ 18ാമത്തെ അജണ്ടയായി ശുചീകരണ തൊഴിലാളികളുടെ കാലാവധി നീട്ടുന്ന വിഷയം വന്നപ്പോഴാണ് കൗൺസിൽ തർക്കത്തിന് വേദിയായത്. താൽക്കാലിക തൊഴിലാളികൾ ജോലി ചെയ്യാതെ ഒപ്പിട്ടു പോകുന്ന അവസ്ഥയാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണത്തിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ ശക്തമായി രംഗത്തെത്തി. നഗരസഭയിലെ മാലിന്യ നീക്കം സുഗമമായി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതെന്നും ജോലി ചെയ്യാതെ മടങ്ങുന്നുവെന്ന ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ജീവനക്കാരുടെ എണ്ണം കുറച്ചാൽ കുമ്പളങ്ങാട്ടെ മാലിന്യ സംസ്കരണം അവതാളത്തിലാകുമെന്നും അങ്ങനെ വന്നാൽ വടക്കാഞ്ചേരിയിലെ മാലിന്യം ഇവിടെ തന്നെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നും ഭരണകക്ഷി കൗൺസിലർമാർ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പൈനാപ്പിളിന്റെ സുഗന്ധമുള്ള ട്രാക്ടറെ വടക്കാഞ്ചേരി കുമ്പളാട് വഴിക്ക് പോയിരുന്നു. അരമണിക്കൂർ സ്മെൽ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും അങ്ങനെ പോണില്ല. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ അതേസമയം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അധികൃതർ കൃത്യമായി പരിശോധിക്കണമെന്നും സേവന കാലാവധി പുതുക്കുന്നതിനോട് അനുകൂല സമീപനമാണുള്ളതെന്നും BJP കൗൺസിലർ ഇ കൃഷ്ണനുണ്ണി വ്യക്തമാക്കി. അങ്ങനെ ഒപ്പിട്ടാരും ഒപ്പിട്ടാലും പോണില്ല. അത് ശ്രദ്ധിക്കാം. നിങ്ങളുടെ അഭിപ്രായം വളരെ ചവപ്പട്ടി കൊണ്ടുപോകാൻ അതുകൂടെ നടക്കില്ല. അതിന് സമ്മതിക്കൂല. കുറെ മുപ്പത്തി നടക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എടുത്തതല്ലേ ഇപ്പൊ എത്ര ടേക്ക് എ ബ്രേക്ക് ബൈലോ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കൗൺസിലിൽ എത്തിയെങ്കിലും ബൈലോയുടെ പകർപ്പ് കൗൺസിലർമാർക്ക് ലഭ്യമാക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് ബൈലോ വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ വ്യക്തമാക്കിയതോടെ വിഷയം ചർച്ച ചെയ്തില്ല. യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, കുടിവെള്ള വിതരണം, പൊതുമരാമത്ത് പ്രവൃത്തികൾ, സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, PG സനീഷ്, സ്വപ്ന ശശി, വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.